ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ക്യാപ്സിക്കത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കറിയാണ് കേട്ടോ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ക്യാപ്സിക്കം, ഉള്ളി, പിന്നെ തക്കാളി. പിന്നെ ഇതിന് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, പട്ട, ഗ്രാമ്പൂ, പിന്നെ പെരിഞ്ചീരകവും. ഇതൊക്കെ വഴറ്റി നമുക്ക് അരച്ചെടുക്കണം. ആദ്യം നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളിയും വഴറ്റി മാറ്റി വെക്കാം. ആദ്യം ക്യാപ്സിക്കം വഴറ്റാനായി ഞാൻ കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം ഒരു പകുതി വേവാവുന്നത് വരെ വഴറ്റിയെടുക്കാം. നമുക്ക് ചെറിയ തീയിൽ വഴറ്റിയാൽ മതി കേട്ടോ. നമുക്ക് ക്യാപ്സിക്കത്തിലേക്ക് കുറച്ച് ഉപ്പിടാം. എന്തെന്ന് വെച്ചാൽ അതിൽ ക്യാപ്സിക്കത്തിന് കുറച്ച് ഉപ്പ് പിടിക്കും. അങ്ങനെ ക്യാപ്സിക്കം റെഡിയായി, നമുക്കത് മാറ്റി വെക്കാം. ഇനി ഉള്ളി വഴറ്റാം. ഉള്ളി അതുപോലെ ചെറുതായി വഴണ്ടാൽ മതി. ഉള്ളിയും വഴറ്റി നമുക്ക് മാറ്റി വെക്കാം. ഇനി തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ വഴറ്റിയെടുക്കാം. അതിനായി ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് പട്ടയും ഗ്രാമ്പും ഇട്ട് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് വഴറ്റാം. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളിയും കുറച്ച് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇടാം. പിന്നെ ഇഞ്ചീൻ്റെ ചെറിയ പീസും ഇടാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി, പിന്നെ തക്കാളി ഇട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കത് തണുക്കാൻ മാറ്റി വയ്ക്കാം. അങ്ങനെ തണുത്ത് അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിക്കാം. എന്നിട്ട് അത് കുറച്ച് നന്നായി വഴറ്റിയെടുക്കുക. അതിലെ വെള്ളം കുറച്ച് പറ്റുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ക്യാപ്സിക്കം കറി. അതിന് വലിയ പണികളൊന്നുമില്ല. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ദോശേൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ക്യാപ്സിക്കം കറി. ഗ്രേവി കുറച്ച് വഴണ്ട് വന്നു. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. നമുക്കിനി കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കണം. എത്ര ഗ്രേവിയാണോ ആവശ്യം നമുക്കതിന് കണക്കായി വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇടാം. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മളെ ഗ്രേവി തിളച്ച് വന്നു. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ക്യാപ്സിക്കും ഉള്ളിയും തക്കാളിയും വഴറ്റി വെച്ചത് ഇതിലേക്കിടാം. ആ മിക്സെല്ലാം ഇതിലേക്കിട്ട് ഇത് ഗ്രേവിയുമായി നന്നായി യോജിച്ച് തിളച്ച് വരണം. അങ്ങനെ നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. അങ്ങനെ തിളച്ച് നമ്മളെ ക്യാപ്സിക്കം കറി റെഡിയായി. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞങ്ങൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ആണ് കേട്ടോ ക്യാപ്സിക്കം കറി കഴിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.